മേഡ് ഇൻ ഇന്ത്യയിൽ നമ്മൾ എത്തി നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിൽ വരുന്ന ചാവടി എന്ന പ്രദേശത്തെ AVM ഇൻഡസ്ട്രിയൽ പാർക്ക് തൂഷൻ എന്ന ബ്രാൻഡിൽ വരുന്ന ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള ഡിസ്പോസിബിൾ പ്ലേറ്റ്സ്, ഗ്ലാസ്, കപ്സ്, കട്ട്ലറീസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റാണ്. നിലവിൽ ഇവിടെ ഈ ഒരു യൂണിറ്റിൽ ഇവർ നിർമ്മിക്കുന്നത് പ്ലേറ്റ്സ് ആണ്. പല വലുപ്പത്തിലുള്ള പ്ലേറ്റ്സ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റും കേരള സർക്കാരൊക്കെ അംഗീകരിച്ചിട്ടുള്ള ഒരു ബ്രാൻഡാണ്. സസ്റ്റൈനബിൾ ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യക്ക് എത്തിച്ചേരണമെങ്കിൽ ഇത്തരം പ്രൊഡക്ട്സ് നമ്മുടെ നാട്ടിൽ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഉൽപ്പന്നമാണ്. അപ്പോൾ ആ ഒരു നിർമ്മാണ കാഴ്ച നിങ്ങൾക്കായി പരിചയപ്പെടും. നോക്കാം. പ്ലാസ്റ്റിക് നിങ്ങൾക്കറിയാമല്ലോ, ഏകദേശം 600 വർഷം എടുക്കും ഒരു പ്ലാസ്റ്റിക് ഭൂമിയിൽ നിന്ന് പോകാനെന്നാണ് ഇപ്പോഴത്തെ കണക്ക്. അപ്പോൾ പ്ലാസ്റ്റിക്കിന് പകരമുള്ള പ്രോഡക്റ്റുകളാണ് ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നത്. അഗ്രികൾച്ചർ വേസ്റ്റിൽ നിന്ന്, പാഴായി പോകുന്ന അഗ്രികൾച്ചർ വേസ്റ്റിൽ നിന്ന് അത് കൺവേർട്ട് ചെയ്ത് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിന് പകരമുള്ള പ്രൊഡക്റ്റുകളായ പ്ലേറ്റുകൾ, സ്ട്രോകൾ, കപ്പുകൾ, കണ്ടെയ്നേഴ്സ്, ഇതൊക്കെയാണ് ഫോർക്ക്, നൈഫ്, സ്പൂണ്. ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്. എന്ന ഈ ഒരു പദ്ധതി അത് വിനയ് ബാലകൃഷ്ണൻ എന്ന ഈ വ്യക്തിയുടെ ഏറെ വർഷത്തെ ഒരു കാത്തിരിപ്പിന്റെ ഫലമാണ്, ഒപ്പം കഠിനാധ്വാനത്തിന്റെയും. അല്ലെ? വാർത്ത മേഡ് ഇൻ ഇന്ത്യയിലേക്ക് സ്വാഗതം. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ഒരു യൂണിറ്റിൽ നിൽക്കുമ്പോൾ. നമ്മുടെ മേഡ് ഇൻ ഇന്ത്യക്ക് ഏറ്റവും ആപ്റ്റ് ആയ ഒരു യൂണിറ്റ്, ഒരുപാട് സവിശേഷതകളുള്ള ഒരു യൂണിറ്റ്. ആദ്യമായി എങ്ങനെയാണ് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് താങ്കൾ എത്തിച്ചേർന്നത് എന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. ഞാൻ ആക്ച്വലി വെളിയിൽ മൊറീഷ്യസ് എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ CEO ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ യാദൃശ്യമായിട്ടൊരു വേസ്റ്റ് കൊണ്ടൊരു പ്ലേറ്റ് കാണാനിടയായി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തുകൊണ്ട് ഭാരതത്തിൽ ഒരെണ്ണം തുടങ്ങിക്കൂടാ, അല്ലെങ്കിൽ ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ് ആക്കിക്കൂടാ എന്നൊരു ആശയത്തിൽ നിന്നാണ്. അങ്ങനെ തുടങ്ങിയ ഞാനൊരു ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റോ എഞ്ചിനീയറോ ഒന്നുമല്ല, ഒരു ആഗ്രഹത്തിന് പേര് എടുത്തു ചാടി ഇവിടം വരെ എത്തിയൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയാണ് അവിടെ നിന്ന് തുടങ്ങി. ഇപ്പോൾ ഏകദേശം ഒരു 7 വർഷമായി ഇതിൻ്റെ പുറകെ നടക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. ക്ലാസ് നമ്മൾ സക്സസ്ഫുള്ളി അല്ലേ? ഇപ്പൊ എത്ര വർഷമായി സക്സസ്ഫുൾ ആയിട്ട്? ഈ ഒരു 3 years ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട്. അതുവരെ ഒരു ട്രയൽ ആൻഡ് എറർ പോലെ പല പരീക്ഷണങ്ങൾ, പക്ഷെ നമ്മൾ തോറ്റു കൊടുത്തില്ല. നമ്മളിത് കണ്ടുപിടിച്ചു. സ്വന്തം ഒരു ഇൻവെൻഷൻ എന്ന് തന്നെ പറയാം അല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് സപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ CSIRന്റെ സപ്പോർട്ടുണ്ട്. അവരാണ് നമ്മുടെ ടെക്നോളജി സപ്പോർട്ട് മുഴുവൻ ചെയ്ത് തന്നേക്കുന്നത്. എന്തായാലും അവരുടെ പ്രയത്നമുണ്ട് ഇതിന്റെ പുറകിൽ. ഫണ്ടിങ് മാത്രം പോരല്ലോ. അപ്പോൾ അതും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കൂടുതലും അവരുടെ സപ്പോർട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് കാണാം. ഇത് ശരിക്കും ഇവരുടെ ഒരു എക്സ്ക്ലൂസീവ്, വേൾഡിൽ തന്നെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടെക്നോളജി വെച്ചാണ് ഇവർ നിർമ്മിക്കുന്നത്. നമ്മൾ എല്ലാവർക്കും കൗതുകമായിട്ടൊരു സാധനമാണ് ഇത്. നെല്ലിൻ്റെ ഉമി കൊണ്ടുള്ള പ്ലേറ്റുകളാണ്. നെല്ലിൻ്റെ ഉമിയാണ്. അപ്പോൾ നെല്ലിൻ്റെ ഉമിയിൽ നിന്ന് എങ്ങനെ പ്ലേറ്റ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് സാധാരണ ഉമി, ഇതാണ് നമ്മുടെ സാധാരണ നമ്മുടെ നെല്ല് കുത്തി വരുമ്പോൾ പുഴുങ്ങിയ നെല്ല് കുത്തി വരുമ്പോഴുള്ള നമ്മുടെ വേസ്റ്റ് ഉമി, അതാണ് ഇതിന്റെ മെയിൻ നമ്മുടെ ഇൻഗ്രീഡിയന്റ്. അതെ, ഇത് നമ്മൾ പാലക്കാടൻ മട്ടയാണ്. പാലക്കാടൻ മട്ട മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കുള്ളൂ. അതാണ് ഈ ഒരു പ്രത്യേക കളർ വരുന്നത് ഇതിന്. പിന്നെ അതുകൂടാതെ ഇത് പുഴുങ്ങിയ നെല്ലാണ്. പുഴുങ്ങിയ നെല്ലിന്റെ വേസ്റ്റ് എടുക്കുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പെസ്റ്റിസൈഡ് എല്ലാം ഓൾറെഡി റിമൂവ്ഡ് ആണ്. അതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റിന് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ പോയപ്പോൾ നമുക്ക് 0 പെസ്റ്റിസൈഡ് സർട്ടിഫിക്കേഷനാണ് നമുക്ക് കിട്ടിയത്. അതിൻ്റെ റീസൺ ഇതാണ്. നമ്മളിത് ഡബിൾ ഹോഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു 4-5 പ്രാവശ്യം വാഷ് ചെയ്തതിന് ശേഷമുള്ള വേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഇതാണ് നമ്മുടെ നെല്ലിൻ്റെ ഉമി. അത് കഴിഞ്ഞ് നമുക്ക് ഇനിയുള്ളത് നമ്മുടെ സ്റ്റാർച്ചാണ്. ഇത് നമ്മുടെ സ്റ്റാർച്ചാണ്. ഇത് നമ്മൾ ഏത് തരം സ്റ്റാർച്ച് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഓരോ നെല്ലിനും അനുസരിച്ച് സ്റ്റാർച്ച് മാറും. അപ്പോൾ ഈ നെല്ലിന് ഏത് സ്റ്റാർച്ചാണ്, പക്ഷെ തമിഴ്നാട്ടിൽ നിന്ന് എടുക്കുന്ന സ്റ്റാർച്ച് വേറെ ആയിരിക്കും. അപ്പോൾ ഓരോ സ്റ്റാർച്ചും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് സ്റ്റാർച്ച് ഏതാണെന്ന് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഇത് നമ്മൾ എഡിബിളാണ്, നമുക്ക് വേണമെങ്കിൽ തിന്നാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതാണ് നമ്മുടെ 2 റോ മെറ്റീരിയൽസ് പ്ലേറ്റ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിന് ആവശ്യത്തിന് വെള്ളം. പിന്നെ നമുക്ക് ചിലർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, പ്ലേറ്റൊക്കെ പൊടിഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും ഉണ്ടാക്കുമ്പോൾ. ഇത് പ്ലേറ്റ് പൊടിഞ്ഞതാണ്. ആ പ്ലേറ്റ് പൊടിച്ച വേസ്റ്റും നമുക്ക് വീണ്ടും പ്ലേറ്റ് ആക്കുന്നതാണ്.
ഓക്കെ. അതാണ്. അപ്പൊ നമുക്ക് സീറോ വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറിയാണ്. ഇതാണ് നമ്മുടെ റോ മെറ്റീരിയൽസ് ഈ ഒരു പ്ലേറ്റ് ഉണ്ടാക്കാനുള്ളത്. എന്നിട്ട് ഇത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അതെ മിക്സ് ചെയ്യും. അതെല്ലാം പിന്നെ നമ്മുടെ മെഷീനാണ്. ഇതാണ് നമ്മുടെ മെയിൻ താരം ഇതിലല്ലേ. അതെ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇനി മെഷീനിലെ പ്രോസസ്സ് വരുന്നത്. സ്റ്റാർട്ടിങ് ഇവിടെയാണ്. ഇത് നമ്മൾ റോ മെറ്റീരിയൽ നമ്മൾ ഇതിനകത്ത് ഇടുന്നു. ഓക്കെ. ഫില്ല് ചെയ്തു. അത് നേരെ കൺവെയർ വഴി മുകളിൽ പോകും. അതെ. ഓക്കെ. അവിടെ വെച്ചിട്ട് അത് എന്താ സംഭവിക്കുന്നത്? മുകളിൽ പോയിട്ട് നമുക്കൊരു വീണ്ടും ഒരു ബ്ലെൻഡർ ഉണ്ട് ഏറ്റവും മുകളിൽ. അപ്പൊ അത് നമുക്ക് ഓരോന്നിനും എത്ര സമയം ബ്ലെൻഡ് ചെയ്യണമെന്നുണ്ട്. ഓരോ പ്ലേറ്റിനും ബ്ലെൻഡിങ് ടൈം വ്യത്യാസമുണ്ട്. ഇപ്പോൾ 12 ഇഞ്ചിന് വേറെ, 10 ഇഞ്ചിന് വേറെ, അങ്ങനെയാണ്. ഇത് നമ്മൾ 12 ഇഞ്ചിനാണ്. അപ്പോൾ ഇതിന് വേണ്ട ആക്ടിങ് ബ്ലെൻഡിങ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ലിവർ വഴി മെറ്റീരിയൽ താഴേക്ക് വീഴുന്നു. അതിൽ നിന്ന് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് എക്സാക്റ്റ് ആയിട്ട് ഒരു പ്ലേറ്റ് ഉണ്ടാക്കാൻ എത്ര ഗ്രാം വേണമെന്ന് മെഷർ ചെയ്തേക്കാണ്. അപ്പോൾ അതിൽ നമുക്കൊരു ഫോർ എക്സാമ്പിൾ ഒരു 5 ഗ്രാം കൂടി പോയി, അല്ലെങ്കിൽ 2 ഗ്രാം കുറഞ്ഞു പോയി, അങ്ങനെയാണ് പ്ലേറ്റ് പൊട്ടിപ്പോകും. വർക്കൗട്ട് ആവില്ല. അത്രയും കെയർഫുൾ ആയിരിക്കും. അതിന് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്കത് വിഷയമില്ല. കറക്റ്റ് ആയിട്ട് അളന്ന് വരും. എന്നിട്ട് ഇവിടേക്ക് ഫിൽ ആവും അല്ലേ? ഇതിൽ ബൗളിൽ ഫില്ല് ചെയ്തിട്ട് ഈ ബൗളിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ടാണ് നേരെ ഡൈയിലേക്ക് വരുന്നത്. ഈ ഡൈയും ആക്ച്വലി ഫുഡ് ഗ്രേഡ് സ്റ്റീലാണ്. അപ്പം ഇത് നല്ല വെയിറ്റ് ഉള്ള സാധനം. ഏകദേശം 350 കിലോ വെയിറ്റ് ഉണ്ട് ഒരു ഡൈക്ക്. ഇത് ഡൈ മാത്രം ഒരെണ്ണത്തിന്. പ്രസ് ഏകദേശം 300 ടൺ പ്രഷറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, പ്രസ് ചെയ്യുന്നത്. 200 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഇത് പ്രസ് ചെയ്യുന്നത്. അങ്ങനെ പ്രസ് ചെയ്ത് വരുമ്പോഴാണ് ഇത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. ഇത് നമുക്ക് 8 ഇഞ്ചാണ്. നമ്മൾ ഇവിടെ ചെയ്യുന്നത് 12 ഇഞ്ചാണ്. അപ്പൊ നമുക്ക് ഈ 12 ഇഞ്ച് ചെയ്ത ഒരു പ്ലേറ്റ് വേണമെങ്കിൽ നമുക്ക് നോക്കാം. അപ്പൊ നമുക്കൊരു ഫുൾ പ്രോസസ് ഒരു 3 മിനിറ്റില് ഇങ്ങനെ പ്ലേറ്റ് ആയിട്ട് വരും. അതെ. ഇത് നമുക്കൊരു ചൂടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി സൈഡ് നമ്മൾ ബഫ് ചെയ്ത് കളയും. സൈഡ് ജസ്റ്റ് തൊട്ടാൽ മതി, അത് പോകും. ഇത് നല്ല ചൂടാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം ഉപയോഗത്തിന് ശേഷം ഇപ്പോൾ കറികളൊക്കെ ആണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ വരെ, സാമ്പാർ, രസം അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ വരെ. ചൂട് ഒരു -10 മുതൽ 140 ഡിഗ്രി ടെമ്പറേച്ചർ വരെയുള്ള സാധനങ്ങൾ നമുക്ക് ഹോൾഡ് വയ്ക്കാൻ പറ്റും. വേണമെങ്കിൽ ഒരു 30 സെക്കൻഡ്സ് വരെ മൈക്രോവേവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് കാലിത്തീറ്റയായിട്ടോ കോഴിത്തീറ്റയായിട്ടോ മത്സ്യത്തിന് തീറ്റയായിട്ടോ അല്ലെങ്കിൽ വളമായിട്ടോ ഉപയോഗിക്കാം. 30 ദിവസം കൊണ്ട് മണ്ണിൽ അലിഞ്ഞു പോകും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് കഴുകേണ്ട കാര്യമില്ല. അഥവാ ഇനി വെള്ളം തൊട്ടാൽ 10 മിനിറ്റ് കൊണ്ട് സംഗതി പോയി കിട്ടും. എന്നാൽ രസം ഒഴിച്ചാൽ 1 മണിക്കൂർ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഫുൾ ഓട്ടോമാറ്റിക് ആണ്. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഇതിനകത്ത് 4 പ്ലേറ്റ് ആണ്. 4 പ്ലേറ്റ്സ് ആണ് അറ്റ് എ ടൈം 4 പ്ലേറ്റ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു 1 ഡേ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്രയായി ഒരു യൂണിറ്റിന്റെ? നമുക്കിപ്പോൾ 4 മെഷീൻസാണ് ഉള്ളത്. 12, 10, 8, 6. അപ്പോൾ 4ലും കൂടെ ചേർന്ന് ഏകദേശം 5000 പ്ലേറ്റ് ഒരു ദിവസം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതോ നമുക്കുള്ളത് കൂടുതലും ഓർഡേഴ്സ് ഉള്ളത് 10ഉം 12ഉം ആണ്. ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്? ഇപ്പോൾ 10 രാജ്യങ്ങളിൽ പോയിരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് വീക്ക് ഓസ്ട്രേലിയക്ക് പോയിട്ടുണ്ട്. ഈ ആഴ്ച നമുക്ക് സൗത്ത് ആഫ്രിക്കയ്ക്കാണ് പോണത്. UK ആയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പോയത് US പോയിട്ടുണ്ട്, സിംഗപ്പൂർ പോയിട്ടുണ്ട്, പിന്നെ മെക്സിക്കോ, മൊറീഷ്യസ്, UAE. പിന്നെ വെൽ പാക്ക് ആയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക അല്ലേ? ഒരു 24 hours റണ്ണിംഗ് ആവും ഈ ഒരു യൂണിറ്റ്. ഇത് 24 hours ആണ് റണ്ണിംഗ് ആയിട്ട് പോണത്. എത്ര സ്റ്റാഫ് ഉണ്ട് നമ്മുടെ ഈ ഒരു യൂണിറ്റിൽ? നമുക്ക് 12 പേരാണ്. നമുക്ക് ഷിഫ്റ്റ് ആണ്. അപ്പോൾ നമുക്കൊരു 8 hours വെച്ച് 3 ഷിഫ്റ്റ് ആണ്. നാല് വേരിയന്റ് ആണ് ഈ പ്ലേറ്റ്സ് ഉള്ളത്. ഇത് നമ്മുടെ ഏറ്റവും കുഞ്ഞൻ പ്ലേറ്റ് ആണ്. നമ്മുടെ 6 ഇഞ്ച് പ്ലേറ്റ് ആണ്. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ പേസ്ട്രി അല്ലെങ്കിൽ ഐസ്ക്രീം, ഗുലാബ് ജാമുൻ ഇങ്ങനെയൊക്കെ ഉള്ളതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നമ്മുടെ 8 ഇഞ്ച് പ്ലേറ്റ് ആണ്. 8 ഇഞ്ച് പ്ലേറ്റ് കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ചാട്ട് അല്ലെങ്കിൽ സമോസ, ബജി. 10 ഇഞ്ച് പ്ലേറ്റ് ആണ്. ഇതാണ് നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ്, ബിരിയാണി ഇതിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ സാധാരണ സെറാമിക് പ്ലേറ്റിൻ്റെ സൈസിലുള്ള പ്ലേറ്റ്സ് ആണ്. പിന്നെ ഏറ്റവും വലിയ പ്ലേറ്റ് ആണ് നമ്മുടെ 12 ഇഞ്ച് പ്ലേറ്റ്. ഇത് നമ്മുടെ മലയാളിയെ സംബന്ധിച്ചിടത്ത് ഇഷ്ടംപോലെ ഭക്ഷണം ഇതിനകത്ത് വെച്ച് കഴിക്കാം. ഏകദേശം 2 കിലോ വരെ നമുക്ക് കയ്യിൽ പിടിച്ച് കഴിക്കാൻ പറ്റുന്ന സാധനമാണ്. നമ്മുടെ സ്ട്രോസ്. ഇതാണ് നമ്മുടെ കളർഫുൾ സ്ട്രോ അല്ലേ? കളർഫുൾ മാത്രമല്ല, നമ്മുടെ ഒരു ഈ പറഞ്ഞ ഒരു എന്താ പറയുക പേപ്പർ സ്റ്റോൺ ഒരു ബദലാണ്. നല്ലൊരു ബദലാണ്. ഇൻഡിവിജ്വലി റാപ്ഡ് ആയിട്ട് നമുക്ക് സ്ട്രോസ് കിട്ടും.
ഇപ്പോൾ മിക്ക കോർപ്പറേറ്റ്സ് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് ഈ സ്ട്രോസ് നമുക്ക് ഹൈജീൻ പർപ്പസിന് വേണ്ടി ഇൻഡിവിജ്വലി റാപ്പ് ചെയ്ത് ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ബ്രാൻഡ് ചെയ്യാം. 4 വേരിയന്റ് സ്ട്രോസ് ആണ് ഉള്ളത്. അത് നമുക്ക് കാണിച്ചു തരാം. 4 വലിപ്പം 4 ഡിഫറെന്റ് വേരിയന്റ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ ഇത് നമ്മുടെ ബബിൾ ടീ, ബൊബാ ടീ എന്നൊക്കെ പറയുന്ന സാധനമാണ്. അപ്പോൾ ഏറ്റവും 12 mm ആണ് വായു വലിപ്പമുള്ളത്. ഷേക്കും കഴിക്കാം. ഷേക്ക് വിത്ത് ഐസ്ക്രീം അതാണെങ്കിൽ നമുക്ക് കുഴിക്കാം. നല്ല ഭംഗിയുണ്ട്. ഇത് എന്താ മെറ്റീരിയൽ? എന്താ ഇത്? ഇത് നമ്മുടെ അരിപ്പൊടിയാണ്. വേസ്റ്റ് ആയി പോകുന്ന അരിപ്പൊടിയിൽ നിന്ന് ഉണ്ടാക്കിയ സ്ട്രോ. ഇത് എവിടെയാ ഇതിന്റെ പ്രൊഡക്ഷൻ വരുന്നത്? നമുക്ക് ആന്ധ്രയാണ്. സർ, എന്തുകൊണ്ടാണ് ഈ തൂഷൻ എന്ന ഒരു പേര് നമ്മുടെ ബ്രാൻഡിന് കൊടുത്തത്? തൂഷൻ എന്ന് പറയുന്ന മലയാളികളുടെ ഒരു എന്താ പറയണ്ടേ പഴയ കാലത്തിന്റെ ഒരു ഓർമ്മയാണ്. നമുക്കെല്ലാവർക്കും അറിയാം തൂശനില അല്ലെങ്കിൽ വാഴയില എന്നുള്ളത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ജനിക്കുന്ന മുതൽ മരിക്കുന്നവരെ നമ്മുടെ വാഴയില നമ്മുടെ ജീവിതമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സാധനമാണ്. പിന്നെ രണ്ടാമത് ഏകദേശം ഒരു 5000 വർഷം മുമ്പ് വരെ നമ്മുടെ ആദ്യത്തെ ബയോഡിഗ്രേഡബിൾ ടേബിൾ വെയറാണ് നമ്മുടെ വാഴയില അല്ലെങ്കിൽ തൂശനില. നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ഇല വലിച്ചെറിഞ്ഞാലും അതോടുകൂടി മണ്ണിൽ ചേർന്ന് പോകുന്നൊരു സാധനമാണ്. അപ്പം നമ്മൾ ആ പ്രോഡക്റ്റ് നമ്മൾ ട്രേഡ് മാർക്ക് ചെയ്തു. പിന്നെ നമ്മുടെ ലോഗോയും അതുമാതിരി ഒരു പ്രത്യേകതയുള്ള ലോഗോ ആണ്. നമ്മുടെ ലോഗോ എന്ന് പറഞ്ഞാൽ 5 ഹാഫ് ഈറ്റൺ പ്ലേറ്റ്സ് ആണ്. നമ്മൾ നേരത്തെ എഡിബിൾ പ്ലേറ്റ്സ് എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ തൂഷൻ്റെ ലോഗോ അതാണ്. പിന്നെ പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് 5 ഹാഫ് ഈറ്റൺ പ്ലേറ്റ്സ്. അപ്പോൾ ആ 5-ൽ ഏതെങ്കിലും ഒരെണ്ണം ഇല്ലെങ്കിൽ ലൈഫ് ഉണ്ടാവില്ല ലോകത്തിൽ എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. പിന്നെ തൂഷൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ തവിടിന് സാൻസ്ക്രിറ്റിൽ തൂ ഷഹ എന്നാ പറയുക. പിന്നെ ഹിന്ദിയിൽ തൂ ഷാൻ ഹെ, യു ആർ ഗ്രേറ്റ്, അങ്ങനെ വരണം. പിന്നെ അറബിക്കിൽ ഗോഡ് ഈസ് ഗ്രേറ്റ് എന്നുള്ളതാണ് മീനിങ്. പിന്നെ ഒരു കെനിയൻ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ കൾച്ചർ എന്നാണ് പറയുക. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടൊരു പോസിറ്റീവ് ആസ്പെക്റ്റ് ഉള്ളതുകൊണ്ട് ആ പേര് തന്നെ അങ്ങ് എടുത്തു. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്, അവിടേക്ക് സെയിൽസ് ഉണ്ട്. എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പ്ലാൻസ് ഒക്കെ എങ്ങനെയാണ്? ഞങ്ങളുടെ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ഏത് കൺട്രിയിലെ അഗ്രികൾച്ചർ വേസ്റ്റും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ദുബായിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡേറ്റ്സിൻ്റെ കുരു ഉണ്ടല്ലോ, അതവിടെ വേസ്റ്റായിട്ട് കളയാണ്. നമുക്ക് ആ കുരു വെച്ച് വേണമെങ്കിലും നമുക്ക് പ്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോൾ റീസെൻ്റായിട്ട് ഞങ്ങൾ UK-ൽ ഞങ്ങളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിന് ഞങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലേറ്റാണ് ഇത്. ഇതെന്താ സംഭവം? ഇത് പേപ്പർ പോലെ ഉണ്ട്. ഇത് നമ്മുടെ നെല്ലിന്റെ വൈക്കോലാണോ? വൈക്കോലിൽ നിന്നാണ്. ഇത് ഗോതമ്പിന്റെ വൈക്കോലാണ്. അപ്പോൾ ഈ പ്ലാന്റ് ആണ് നമ്മൾ UK-ൽ കണ്ടാൽ നമ്മുടെ ഒരു പേപ്പർ പോലെ. അതെ, പേപ്പർ പോലെയാണ്. വൈക്കോൽ വെച്ച് പ്ലേറ്റ്, വൈക്കോൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ പൾപ്പാക്കും? ഇത് പൾപ്പാക്കിയിട്ടുള്ള ടെക്നോളജിയാണ്. ഇനി നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ് ആണ് ഇരിക്കുന്നത്. ഇതിനെ പറ്റി ഒന്ന് പറയാമോ? ഇതാണ് നമ്മൾ ഏകദേശം 2-2.5 വർഷം എടുത്തു ഇതിൻ്റെ ഒരു റിസർച്ചിന് വേണ്ടിയിട്ട്. ഇത് നമ്മുടെ കപ്സാണ്, ഇത് ജ്യൂസ് കപ്സാണ്. ഇപ്പോൾ ഏകദേശം 230 ml ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റാർച്ചാണ്. അപ്പോൾ നമുക്ക് ധൈര്യപൂർവ്വം വേണമെങ്കിൽ കഴിക്കാം, പക്ഷേ ഞാൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല. വെറും 10 ദിവസം കൊണ്ട് മണ്ണിൽ അലിഞ്ഞു പോകും. ഇത് ഭൂമിയിൽ വലിച്ചെറിഞ്ഞാൽ തന്നെയും നിങ്ങളറിയാതെ ചെയ്യുന്നൊരു ഉപകാരമാണ്. ഉറുമ്പ് അല്ലെങ്കിൽ പട്ടി, പൂച്ച ഇതുങ്ങൾക്കെല്ലാം ഭക്ഷണമാണ്. അപ്പോൾ വലിച്ചെറിഞ്ഞാൽ തന്നെ യാതൊരു ഉപദ്രവവും ഇല്ലാത്തൊരു സാധനമാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ മിക്കവാറും ജൂണോടുകൂടി ലോഞ്ച് ചെയ്യും കപ്സ്. ഇത് എവിടെയാ പ്രൊഡക്ഷൻ വരുന്നത്? ഇത് ഇവിടെ തന്നെ, കോയമ്പത്തൂർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റിംഗ് മുഴുവൻ കഴിഞ്ഞ ഏകദേശം 2-2.5 വർഷം എടുത്ത് ഇതിൻ്റെ ഒരു പരിപാടി കണ്ടുപിടിക്കാനായിട്ട് കപ്സ്. പിന്നെ നമുക്ക് വരാൻ പോകുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സാധനമാണ് ഫോർക്ക്, നൈഫ്, സ്പൂണ്. ഇത് നല്ല ശരിക്കും ഒരു പ്ലാസ്റ്റിക് പോലെ ഉണ്ട്. അതെ, തൊടുമ്പോഴും. ഇതും സെയിം മെറ്റീരിയലാണ്. ഇത് നമുക്ക് ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഒക്കെ ആവും ഇത് വരുമ്പോഴത്തേക്കും. ആദ്യം നമ്മൾ കപ്പാണ് ലോഞ്ച് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ടാണ് ഫോർക്ക്, നൈഫ്, സ്പൂൺ. ഇതും 100% എഡിബിൾ ആണ്. ഇനി വരാൻ പോകുന്നതാണ് നമ്മുടെ ടേക്ക് അവേ കണ്ടെയ്നേഴ്സ് ആണ്. അപ്പോൾ ഇതൊരു ട്രയൽ ഷേപ്പിൽ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 250, 500, 750, 1000 ml കണ്ടെയ്നേഴ്സ് ആണ്. വിത്ത് ലോക്കിംഗ് സിസ്റ്റം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കറികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കളഞ്ഞു പോകാതിരിക്കാനായിട്ട്. അപ്പം ഈ ഹോട്ടൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ടേക്ക് അവേ, സ്വിഗ്ഗി, സൊമാറ്റോ ഇതുമാതിരി ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ള അച്ചീവ്മെന്റ് ആയിട്ട് നമുക്ക് യുണൈറ്റഡ് നേഷൻസിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്, UNDP. പിന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ കേരള ഗവൺമെന്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, തമിഴ്നാട് ഗവൺമെന്റ് ഉണ്ട്. പിന്നെ പാലക്കാട് IIT അവാർഡ് കിട്ടിയിട്ടുണ്ട്. റീസെൻ്റായിട്ട് അമൃത യൂണിവേഴ്സിറ്റിയുടെ അവാർഡും കിട്ടിയിട്ടുണ്ട്.
അവാർഡ്സ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്ത് വേൾഡ് ട്രാവൽ മാർട്ടിൽ റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ സെലക്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ലണ്ടൻ വേൾഡ് ട്രാവൽ മാർട്ടിൽ ഇന്ത്യയിൽ നിന്ന് ഞങ്ങളാണ് സെലക്ട് ചെയ്ത് പോയേക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി അവാർഡ്സ് റെക്കഗ്നീഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രൊഡക്റ്റ് എല്ലാം സർട്ടിഫൈഡ് ആണ്, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ഞങ്ങളുടെ TUV സർട്ടിഫൈഡ് ആണ്. അപ്പോൾ അത് ജർമ്മൻ സർട്ടിഫിക്കേഷനാണ്, അതാണ് ഏറ്റവും ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. പിന്നെ നമുക്ക് ഗവൺമെൻറ് ഓഫ് UAE, ഗവൺമെൻറ് ഓഫ് കുവൈറ്റ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഇതുമാതിരി മിക്ക കൺട്രിയുടെ സർട്ടിഫിക്കേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്, പ്രോഡക്റ്റ് സർട്ടിഫിക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് ക്വാളിറ്റി നമ്മൾ 100% എൻഷുർ ചെയ്ത് മാത്രമേ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ഏകദേശം 10 രാജ്യങ്ങളിലേക്ക് നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രോഡക്ട്സ്. കുറച്ച് ചെറുതാണെങ്കിലും പക്ഷേ വളരെ നല്ല അക്സെപ്റ്റൻസ് ആണ് അവിടെ ഉള്ളത്. ഇതെന്താണെന്നറിയോ? ഇത് പേപ്പർ കപ്പ് ആണല്ലോ. ഇതിലൊരു പ്ലാസ്റ്റിക് ലൈനിങ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ചൂടുവെള്ളമോ അല്ലെങ്കിൽ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനകത്തുനിന്ന് നമുക്ക് പ്ലാസ്റ്റിക് വയറ്റിലേക്ക് പോകും. അതെല്ലാ ദിവസവും നമ്മൾ ചൂട് ചായ കുടിക്കുന്ന ആൾക്കാരാണ്. അത് ഇതിൽ തന്നെയാണ് നമ്മൾ വാങ്ങിച്ച് കഴിക്കാൻ പോകണം. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം വരുന്നത്. ധൈര്യമായിട്ട് ചായ കുടിക്കാൻ ഒരു കുഴപ്പമില്ല. പിന്നെ രണ്ടാമതൊരു സാധനമാണ് നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന വാട്ടർ ബോട്ടിൽ. ഇതിനകത്ത് 2,40,000 മൈക്രോ പ്ലാസ്റ്റിക്സ് ആണുള്ളത് ഒരു ബോട്ടിൽ. ഒരു പ്രാവശ്യം നമ്മൾ ഈ ബോട്ടിൽ തീർത്ത് കഴിഞ്ഞാൽ 2,40,000 മൈക്രോ പ്ലാസ്റ്റിക് നമ്മുടെ വയറ്റിൽ പോയി. ഓരോ പ്രാവശ്യം റീഫില്ല് ചെയ്യുമ്പോഴും നമുക്ക് ഇത് തന്നെയാണ് വീണ്ടും വീണ്ടും വയറ്റിൽ കയറുന്നത്. അപ്പോൾ അത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടൊരു സാധനമാണ്. അപ്പോൾ ഇതിന് നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ കണ്ടുപിടിച്ചതൊന്നും എനിക്കത്ര ഒരു സംഗതിയായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ പ്ലാസ്റ്റിക്കിന് ഒരു എക്സാക്റ്റ് ഓൾട്ടർനേറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ തന്നെയും ഒരു പരിധി വരെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്നാലും അത് ഉടനെ തന്നെ സാധ്യമാകട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. സക്സസ്ഫുൾ വെഞ്ചർ അത് ഇനിയും ഒരുപാട് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകട്ടെ. തീർച്ചയായും പോവും, കാരണം നമ്മുടെ നാടിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു പ്രൊഡക്ട്സാണ് ഇതൊക്കെ. വളരെ സന്തോഷം ഈ ഒരു ഇന്ത്യൻ വാർത്ത മെയ്ഡ് ഇൻ ഇന്ത്യ സെഗ്മെൻറ്റിൽ നമ്മുടെ ഈ തൂഷൻ എന്ന ബ്രാൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞതിൽ ഏറ്റവും ആപ്റ്റായിട്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന കോൺസെപ്റ്റിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ എല്ലാം ഇന്ത്യൻ മെയ്ഡാണ്. ഇതിൻ്റെ മെഷീനറീസ്, റോ മെറ്റീരിയൽ പ്രൊഡക്ട്സ് എല്ലാം നമ്മുടെ ഇന്ത്യക്ക് ലോകത്തിലുള്ള ഒരു സംഭാവന എന്ന് വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാം. അത്രയും ഒരു പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ തന്നെയാണ് ഇവർ മാർക്കറ്റിൽ ഇറക്കുന്നത്. അതിന് നല്ല രീതിയിലുള്ള റെക്കഗ്നീഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരുപാട് സാധ്യതയുള്ള ഒരു സെഗ്മെൻറ്റ് കൂടിയാണ്. എല്ലാവിധ ആശംസകളും. ആദ്യം ഒരു താങ്ക്സ് പറയണം, എന്നിട്ട് നമ്മൾ ആശംസ പറയണം. ഇങ്ങനെ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തതിനും നമ്മുടെ പ്രകൃതിക്ക് വേണ്ടി ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും ഇനിയും ഒരുപാട് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഒരുപാട് അഡീഷൻസ് നമ്മുടെ ഒരുപാട് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഇതുപോലെ ബദൽ കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. എന്തായാലും ഇവിടം വരെ വരാനും ഈ പ്രോഗ്രാം ഷൂട്ട് ചെയ്യാൻ വന്നതിലും വളരെ നന്ദി. എനിക്കിത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ഒരു അപേക്ഷയുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ മിക്കവാറും പല ഫങ്ഷൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ അടുത്ത വീട്ടിലൊക്കെ. എന്തുകൊണ്ടൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഫങ്ഷൻ നമുക്ക് ചെയ്തുകൂടാ? എന്തുകൊണ്ട് നിങ്ങൾക്കൊരു മാതൃകയാവാൻ പാടില്ല? ഒരാൾ ചേഞ്ച് ചെയ്താൽ മതി, ഒരു നാട് ചേഞ്ച് ആവും. അപ്പോൾ ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങണം. അപ്പോൾ നിങ്ങളെക്കൊണ്ട് ആവുന്നത് നിങ്ങളും ചെയ്യുക. സസ്റ്റൈനബിളായിട്ടുള്ള നമ്മളൊരു ജീവിതം നമ്മൾ പഴമയിലേക്ക് തിരിച്ചു പോകണം. എന്നാൽ മാത്രമേ നമുക്ക് പുതിയൊരു തലമുറയ്ക്ക് നമ്മുടെ അടുത്ത ജനറേഷൻ രക്ഷപ്പെടുകയുള്ളൂ. അപ്പോൾ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൊരു സന്ദേശം. എന്ത് ചെയ്താലും സസ്റ്റൈനബിളായിട്ട് ചിന്തിക്കുക, സസ്റ്റൈനബിളായിട്ട് ജീവിക്കുക. കടകളിൽ പോകുമ്പോൾ പ്ലാസ്റ്റിക് വാങ്ങിക്കാതെ തുണിസഞ്ചി കൊണ്ടുപോവുക, സാധനങ്ങൾ മേടിഞ്ഞെടുക്കുക. എവിടെയൊക്കെ പോകാൻ നിങ്ങൾക്ക് എവിടെയൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.